ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പുട്ടും കടലയുമാണ്. അപ്പോൾ അതാ ഞാൻ പുട്ട് കുഴയ്ക്കാനായിട്ടുള്ള അളവൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലൊരു മെയിൻ അളവ് ഗ്ലാസ് ആണ് വേണമെങ്കിൽ പറയാം. ഒരുവിധം എല്ലാ ഫുഡും ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുട്ട് നല്ല സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് പുട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് നമ്മുടെ പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കടലയും ഞാൻ തലേന്ന് തന്നെ നല്ലപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണ്ണിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കുമ്പോഴത്തേന് നമ്മുടെ കടലക്കറി റെഡി. പൊതുവേ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നല്ല പലഹാരങ്ങളാട്ടോ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ പുറത്താണെങ്കിലും നമ്മൾ രാവിലെ ചപ്പാത്തി, ദോശ, അല്ലെങ്കിൽ ഇഡ്ഡലി, അല്ലെങ്കിൽ പുട്ട്, ഇടിയപ്പം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആട്ടോ ഉണ്ടാക്കാറും കഴിക്കാറും. പിന്നെ ഞാൻ ഇടയ്ക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്മൂത്തിയോ എന്തെങ്കിലും ഓവർനൈറ്റ് അവലല്ല കേട്ടോ, ഓട്സ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അത് എനിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അച്ചാച്ചൻ അപ്പോഴും ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പൊതുവേ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാ ഇന്ന് നമുക്ക് ചായയൊക്കെ എനത്തിട്ട് കുറച്ച് ലാവിഷായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അച്ചാച്ചൻ ഇന്ന് ഓഫാണ് കേട്ടോ. ചാർക്കുട്ടി നല്ല ഉറക്കമാണ്. അച്ചാച്ചൻ എന്താ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാമല്ലേ. ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് ഓർത്തിട്ട് ഹാളിലോട്ട് വന്നാട്ടോ. അപ്പം നമുക്കിവിടെ ഭയങ്കര എന്താ പറയുക, ഒരുപാട് ഭാരിച്ച പണികളൊന്നുമില്ല. ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക, പിന്നെ ഫുഡ് ഉണ്ടാക്കുക, പിന്നെ തുണി കഴുകുക, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ സാറേ അടുത്ത് വഴക്ക് പറയാട്ടോ. ഇപ്പം എവിടെയോ പോയിട്ട് വന്നിട്ട് ചെരുപ്പ് ഇങ്ങനെ വലിച്ചിട്ടേക്കാട്ടോ. അപ്പോൾ അതിലൊരു ചെരുപ്പുള്ള മറ്റേ ചെരുപ്പ് കാണുന്നില്ല. ഇനിയിപ്പോൾ എവിടെ നില സെറ്റിയുടെ അടിയിൽ നിന്നോ അല്ലെങ്കിൽ കബോർഡിൻ്റെ അടിയിൽ നിന്നോ ഒക്കെ ആയിരിക്കും ഇനി നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ പറയുകയാണ്, ഇങ്ങനെ വരുന്നുണ്ട് ചെരുപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇനി മറ്റേ പേര് കാണത്തില്ല. അപ്പൊ അടുത്ത ചെരുപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പോയിട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുവേ. അപ്പൊ അതിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനിയിപ്പോ എന്താ, എനിക്കിനി ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ട്. അപ്പൊ അതോടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു. പൊതുവെ ഇങ്ങനെയാണ് കേട്ടോ. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് പണികളൊന്നുമില്ല. ഫുഡ് വെക്കുക, ക്ലീൻ ചെയ്യുക, തുണി വാഷ് ചെയ്യുക. തുണി മേളിൽ വേണമെങ്കിൽ ടെറസിന്റെ മേളിൽ ഇടാം കേട്ടോ. എനിക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ള മടി കാരണം ഞാൻ നമ്മുടെ വാഷ്റൂമിൽ തന്നെ നാട്ടിൽ നിന്ന് പെട്ടി കെട്ടിക്കൊണ്ട് വന്ന ഒരു കയറുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയൊരു കയറായിരുന്നു. ആ കയർ വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെതായ രീതിയിൽ വലിയ വെയിറ്റ് കൊടുക്കാത്ത രീതിയിൽ ഞാൻ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് അവിടെയാണ് തുണി ഇടുന്നത്. പിന്നെ വല്ല ബ്ലാങ്കറ്റൊക്കെ അലക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേളിൽ ടെറസിലോട്ട് കൊണ്ടിടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരുപാടൊന്നും ഇല്ല നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി. ആകെ കുഞ്ഞ് 2 റൂമും കിച്ചണും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ തുണി കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ കറക്റ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കപ്പയും മീനും നമുക്ക് വേണ്ടി വെയിറ്റിംഗില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഉച്ചത്തേക്കിനുള്ള കപ്പ വേവിച്ചതും അതുപോലെ തന്നെ ഞാൻ ഫിഷ് കുറച്ച് ഫ്രൈ ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ, കുറച്ച് വറക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കിങ് ഫിഷ് പറ്റിച്ച്, അതായത് നമ്മുടെ കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് പറ്റിച്ചിട്ട് കണ്ടില്ലേ, നല്ല അടിപൊളി മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയായിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്കത്ത് കഴിച്ചത്. സാധാരണ പൊതുവെ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് ബിരിയാണി ആയിരിക്കും. ഇനി എന്തോ ഭാഗ്യത്തിന് നമ്മുടെ കപ്പയും മീൻകറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം അല്ലേ. അപ്പോൾ ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഒരു ബ്രെഡ് റോൾ ഉണ്ടാക്കിയിട്ട്, ബ്രെഡ് റോൾ എന്ന് വെച്ചാൽ നമ്മൾ എഗ്ഗ് പുഴുങ്ങിയിട്ട് അതിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ കാണാൻ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനും അച്ചാച്ചനും സാറക്കുട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പം അതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ കാണിക്കുന്നില്ല, ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഓർത്തൊന്ന് വൈകിട്ട് പുറത്ത് പോകാം. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മണി ആയി കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് കണ്ണാടി ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കണ്ണാടി ഷോപ്പുണ്ട്. അപ്പോൾ ആ കടയിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ വേറെ കടയിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കണ്ണാടിക്കടയിൽ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രെയിമും ലെൻസും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ. അപ്പോൾ എൻ്റെ കണ്ണിന് നല്ല പവർ ചേഞ്ചും വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ അച്ചാച്ചനും ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അച്ചാച്ചൻ ഓക്കെയാണ്. അപ്പോൾ അതാ സാറക്കുട്ടി അവിടെ ഇരിക്കുന്നു. അത്യാവശ്യം കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം.
അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വന്നു. സാറക്കുട്ടി TV കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവൾക്കിപ്പോൾ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഇവിടെ മുഖത്ത് കണ്ടല്ലേ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വെള്ളപ്പാടുകൾ, വൈറ്റമിൻസിന്റെ കുറവായിട്ടോ. അപ്പോൾ കുറച്ച് അധികം ആയപ്പോൾ നമുക്കൊരു ഇതായി, മരുന്ന് കൊടുത്തിട്ടാണെങ്കിൽ കൊണ്ട് മാറിയില്ല. അപ്പോൾ ഇന്നലെ കൊണ്ട് നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. വൈറ്റമിൻ്റെ കുറവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞേ. അപ്പോൾ മരുന്നും ഓയിൽമെന്റും തന്നിട്ടുണ്ട്. അത് കൊടുത്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സാറക്കുട്ടി കഴിക്കാനിട്ടല്ലേ, പച്ചക്കറി ഒന്നും കഴിക്കാനിട്ടല്ലേ ഇങ്ങനെ ഫേസിൽ വന്നേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറയാം എനിക്ക് വേണ്ട, അമ്മ കഴിച്ചു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് അവർ തന്നൊരു ടോണിക്കും പിന്നെ ഒരു ഓയിൽമെന്റ് ആണ്. അപ്പോൾ രാത്രിയിലത്തേക്കിന് നമ്മൾ ബീഫ് ചില്ലിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കൂടുതലും ഇങ്ങനെ ഫുഡ് കഴിക്കുന്നു രാവിലത്തെ ഉച്ചത്തേക്കിന് അതായിരിക്കും തോന്നുന്നു കേട്ടോ. എനിവേ എന്തായാലും നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പണി മൂവി കണ്ടുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.